കൊലയ്ക്ക് ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ഇയാൾ എങ്ങനെയാണ് ഈ മെഡിക്കൽ സ്റ്റോറിൽ കയറി ഫോൺ ചെയ്യുന്നത്? ഇവിടെ നിന്നും ഇയാൾ എങ്ങോട്ട് പോയി എന്ന വിവരങ്ങളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ഒപ്പം ഈ ഒരാൾ കൂടിയുണ്ട്, സുനിൽകുമാർ എന്ന ആളിനായുള്ള തിരച്ചിലാണല്ലോ, അത് അടുത്ത തന്നെ അയാൾ പിടിയിലാകുമെന്ന പ്രതീക്ഷ തമിഴ്നാട് പോലീസ് നൽകുന്നുണ്ടോ? ദിവിഷ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിലാണ്. ഈ പ്രതി ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ കളിക്കാവിള പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെയും കൊണ്ട് പോകും. അവിടെ നിന്നും പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ അതുമായി പിന്നീട് കുഴുത്തുറ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെയല്ല, കൂടുതൽ വ്യക്തത ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് കൃത്യമായ ആസൂത്രണം ഈ കേസിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഫോൺ ഉപയോഗിച്ചതടക്കം, ഈ കടയിൽ മെഡിക്കൽ സ്റ്റോറിൽ കയറി ഫോൺ വിളിച്ചതടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിയെയും കൊണ്ട് ഇവിടെ നിന്നും പോകുന്നതിനുള്ള ക്രമീകരണം താഴെ പോലീസുകാർ ഒരുക്കുകയാണ്. ഈ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പ്രതി കൃത്യം നടത്തുന്ന സമയത്ത്. അതുമാത്രമല്ല, ഈ കൃത്യം നടക്കുമ്പോൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള സംശയം പോലീസിന് തോന്നാതിരിക്കാനായി ഫോൺ വീട്ടിൽ വെച്ചാണ് പോകുന്നത്. ഭാര്യയെ ചോദ്യം ചെയ്തിരുന്നു. പ്രതിയുടെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ അമ്പിളിയുടെ ഭാര്യ പറഞ്ഞത്, കൃത്യം നടക്കുന്ന സമയത്ത് ഭർത്താവ് തൻ്റെ ഒപ്പം വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. പിന്നീടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് അതവർക്ക് മാറ്റി പറയേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ കൊലയ്ക്ക് ശേഷം കാറിൽ നിന്നും കാണാതായ പണവും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം എന്തായാലും വിശദമായി തന്നെ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് നിർണായകമായ മറ്റൊരു വിവരം കൂടി പോലീസിൽ ലഭിക്കുന്നത്. പ്രതി നൽകിയിട്ടുള്ള കുറ്റസമ്മത മൊഴിയിലാണ് നിർണായകമായ ചില വിവരങ്ങളുള്ളത്. ആ വിവരങ്ങൾ ഇങ്ങനെയാണ്. സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ കൂടി, ഒരു മലയാളി കൂടി ഈ കേസിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. സുനിൽകുമാറാണ് കേസിൻ്റെ ആസൂത്രണം നടത്തിയതും അതോടൊപ്പം തന്നെ കൃത്യം നിർവഹിക്കാനായി കൊട്ടേഷൻ നൽകി ഈ പറയുന്ന അമ്പിളിയെ പറഞ്ഞയക്കുകയും ചെയ്തത്. ഈ പ്രതി ധരിച്ചിരുന്ന, പ്രതി സാധാരണ നിലയിൽ ഷർട്ടും മുണ്ടും ധരിക്കുന്ന ഒരാളാണ്. ആ പ്രതി പക്ഷേ ഈ കൃത്യം നടത്തിയ സമയത്ത് ടീഷർട്ടും അതോടൊപ്പം തന്നെ മാസ്ക് അടക്കമുള്ളവയും ഉപയോഗിച്ചിരുന്നു. അതെല്ലാം വാങ്ങി നൽകിയത് ഈ സുനിൽകുമാറാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു സർജിക്കൽ ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് നൽകിയതും ഈ പറയുന്ന സുനിൽകുമാറാണ് എന്നുള്ളതാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ അമ്പിളി പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തുകയാണ് പോലീസ്. എന്തായാലും ആ സുനിൽകുമാർ എന്ന് പറയുന്നയാൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്കായുള്ള അന്വേഷണം നടക്കുന്നു. ഈ പാറശാല അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര മേഖലയിലൊക്കെ ആശുപത്രി ഉപകരണങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഡീലറാണ് ഈ പറയുന്ന സുനിൽകുമാർ എന്ന് പറയുന്നയാൾ. സുനിൽകുമാറും അതോടൊപ്പം തന്നെ അമ്പിളിയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പറയുന്ന ദീപു തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നൊരു വിവരം പറയുകയും ആ വാഹനത്തിൽ പണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അമ്പിളി ഈ സുനിൽകുമാറിനോട് പറയുകയും ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങളും കൂടിയാലോചനകളും എല്ലാം നടക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദീപുവിൻ്റെ വാഹനത്തിലേക്ക് ഈ പറയുന്ന അമ്പിളി കയറുകയും ദീപുവിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ദീപുവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനം എവിടെയാണ് ഉള്ളത് അവിടേക്ക് വാഹനവുമായി താൻ എത്താമെന്നും അവിടെ നിന്നും അമ്പിളിയെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകാമെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നതായാണ് അമ്പിളി എന്തായാലും പറയുന്നത്. നിലവിൽ അമ്പിളിയെ തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മാത്രമല്ല സുനിൽകുമാറിനെ തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഈ നിലവിൽ പിടിയിലായിട്ടുള്ള അമ്പിളിയും അമ്പിളിയുടെ ഭാര്യയും എല്ലാം നൽകുന്ന മൊഴിയിൽ വലിയ തോതിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അത് പോലീസിനെ കുഴക്കുന്നുണ്ട്. ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പുതിയതായി വന്ന പേര് എന്ന് പറയുന്നത് സുനിൽകുമാറിനെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കൊലപാതക കാരണം പണം തട്ടിയെടുക്കൽ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു ഉറപ്പും പറയാൻ കഴിയുന്നില്ല. ദിവിഷ്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.